ആദ്യം ഇവർ പറഞ്ഞു ഇങ്ങനെ ലോങ് ഹെയർ ആണ്. അപ്പം എനിക്ക് ഈവൻ ചെറുപ്പത്തിൽ ഇത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഡ്രെഡ് ലോക്സും നല്ലോണം വളർത്തി നീട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് തന്നെ ഒരു ഏജ്ഡ് ഗെറ്റപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് ഐ കുഡൻറ്റ് ഇമാജിൻ എങ്ങനെ ഉണ്ടാവും എന്ന്. പിന്നെ അവർ കാണിച്ചു, പക്ഷെ എനിക്കത് ഇഷ്ടമായി കേട്ടോ. അല്ല, എനിക്ക് എൻ്റെ മോനായോണ്ടായിരുന്നു. അല്ല, എനിക്കും ഇഷ്ടമായി. എനിക്ക് ആ ഞാൻ ഇന്നലെ വിനീതിൻ്റെ അടുത്ത് പറയാം, മുണ്ട് മടക്കൊന്നും ആ മുടിയൊന്ന് കെട്ടുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എനിക്ക് സ്വയം തോന്നിയ കാര്യമാണ് മുടിയും കൂടെ കെട്ടുന്ന ഒരു സാധനം. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ പറഞ്ഞു. അപ്പോൾ അതല്ല, അതിനു വേണ്ടി മുണ്ട് അങ്ങനെ ആക്കിയാൽ പിന്നെ ഇനി മുടിയും കൂടെ കെട്ടാനുള്ള സമയം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും അപ്പുവെ സംബന്ധിച്ചോളം എപ്പോഴും സന്തോഷവാനാണ്. അതാണ് ഒരു പേരൻറ്റിന് വേണ്ടത്, അല്ലേ? അതിന് യാതൊരു ഡൗട്ടും ഇല്ല. എനിക്ക് ഒരു ഡൗട്ടും തോന്നില്ല. ഞാൻ അപ്പുവിനെ ഒരു പ്രാവശ്യം കാണുന്നത് തൊടുപുഴയിൽ ഷൂട്ട് കിടക്കുമ്പോൾ, ജിത്തു ജോസഫിൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ, ജിത്തു സാറിൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ, ആദ്യ ഷൂട്ട് കിടക്കുമ്പം അപ്പു ഒരു തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാനൊക്കെ പോകുന്നത്, എൻ്റെ നാട് തൊടുപുഴയാണ്. അവിടെ വന്നിരുന്ന് അപ്പു രാത്രി തട്ടുകടയിലിരുന്ന് പക്ഷേ അപ്പുവിന് അവിടെ വരേണ്ട കാര്യം ഇഷ്ടം ഇങ്ങനെ പോയി കഴിക്കാൻ. ഈവൻ മെഡ്രാസിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏതോ ചായപ്പീടിയൊക്കെ ഉണ്ട്, അവൻ അവിടെ പോയി ചായയൊക്കെ കുടിക്കും. അവൻ അതൊക്കെ ഇങ്ങനെ രാവിലെ ചിലപ്പോൾ വീട്ടിലിരുന്ന് ഇറങ്ങും, നടന്ന് ഇങ്ങനെ പോകുമ്പോൾ എവിടെ അല്ല അതവിടെ ചായ കുടിക്കാൻ പോവാണെന്നോ എന്നെയും അറിയില്ല. നീ സിഗരറ്റ് നീ വാങ്ങിക്കാൻ പോയിരിക്കും. എൻ്റെ അടുത്ത് ഞാൻ ചായ കുടിക്കാൻ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും. സോ അതിന് അപ്പു ശരിക്കും എൻജോയ് ചെയ്യുന്ന യാത്ര തന്നെയാണ്. വീട്ടിൽ അപ്പു ഉള്ളപ്പോൾ എന്താണ് സാധാരണ? വീട്ടിലുള്ളപ്പോൾ മ്യൂസിക് അവൻ അതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അപ്പു വന്നിട്ട് എന്താ കണ്ടിന്യൂസ് ആയി ഫിലിംസ് ചെയ്യാത്ത എന്നൊക്കെ. അപ്പോൾ അവന് വന്നിട്ട് കുറേ ഇൻട്രസ്റ്റ് ഉണ്ട്, ഫിലിംസ് ചെയ്യും. അവന് ഇഷ്ടമില്ലാത്തതല്ല, ഇഷ്ടമാണ്, അവന് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അവന് വേറെ അവനൊരു നോവൽ എഴുതുന്നുണ്ട്, അത് പകുതിയോളം എഴുതിയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ മ്യൂസിക് ആൽബം കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും സൈഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ റോക്ക് ക്ലൈമ്പിങ്ങിന് പോവും, പിന്നെ ട്രെക്കിങ്ങിന് പോവും. അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വീട്ടിലുള്ളപ്പം ഈ മ്യൂസിക്കിൻ്റെ നീയൊക്കെ റൂമിലിരുന്ന് തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നത് നേരെ ബീച്ചിൻ്റെ അവിടെയാണ്. അപ്പം കടലിൽ സ്വിം ചെയ്യാൻ പോവും. പിന്നെ അവിടെ വീട്ടിൽ വന്നിട്ട് ഇപ്പം അത് ഊരി, പക്ഷെ ഒരു റോക്ക് ക്ലൈമ്പിങ് വാൾ പോലെ എന്തോ ഉണ്ടാക്കിയിരുന്നു, അതിൽ കയറി അത് ചെയ്യും. പിന്നെ ഈ മറ്റേ സ്ലാക്ക് ലൈനിങ് ഏതോ വീഡിയോ ഒക്കെ അത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. മോള് നേരെ തിരിച്ച, മോള് എഴുതും പറഞ്ഞ എപ്പോഴും എഴുതും. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വേഴ്സസ് ഒക്കെ എഴുതും. അങ്ങനെ കുറേ നാളെ എഴുതി. പിന്നെ അവൾ വരയ്ക്കും, എല്ലാം കമ്പൈൽ ചെയ്ത്. അപ്പുവാണ് തോന്നുന്നു പറഞ്ഞ അവൾക്ക് നീ എന്നിട്ടൊരു ബുക്ക് ഇറക്കിക്കൂടെ എന്ന്. അങ്ങനെയാണ് അവർ ഭയങ്കര ക്ലോസാണ്. മോള് സിനിമയിൽ വന്നോന്ന് ആഗ്രഹമൊന്നുമില്ലേ? അവള് അറിയില്ല എനിക്ക്. അവളുടെ പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്ക് പറയും ഐ തിങ്ക് ഐ ട്രൈ എന്നൊക്കെ പറയും. പക്ഷെ ഇനി വരുമോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല. ആഗ്രഹമുണ്ട്, പറയാറുണ്ട്, നമ്മളായിട്ടൊന്നും പറയാറില്ല. ചിലപ്പോൾ പറയും. ഇപ്പം ഇനി അതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മേ ബി. ഒന്നും ഇതുവരെ നമ്മൾ അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഷീ ഈസ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നോക്കാം, എല്ലാത്തിനും സമയമുണ്ടല്ലോ. സിനിമയിലെ എന്തിനും പറയുന്നുണ്ടല്ലോ. ഈ ശ്രീനി ചേട്ടനും ലാലേട്ടനും വേണ്ട ഒരു യാത്രയായിരുന്നു, ദീർഘനാളത്തെ യാത്ര, ഏറ്റവും സൂപ്പർ ഹിറ്റുകളെന്ന്. അവര് ശ്രീനിച്ചേട്ട് വയ്യാതിരിക്കുകയാണ്. ഞാൻ വിനീതിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ അറിഞ്ഞത് ഈ സിനിമയിൽ ശ്രീനിച്ചേട്ടും ലാലേട്ടും വരുന്ന സീനുകൾ എഴുതി വെച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രീനിച്ചേട്ടനെ ഇൻ്റർവ്യൂ എടുക്കാം. എനിക്ക് സൂലാന്നിപ്പോൾ എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകാറുണ്ട്, വിളിക്കും, പോവും, കാണും. ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ ഭയങ്കര വിശ്വാസമായ മോൻ്റെ സിനിമയിൽ ഞാനും ലാലും ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വയ്യാത്തതുകൊണ്ട് മാറ്റുകയാണ്. ഇവർ തമ്മിൽ ഇനിയൊരു ഒന്നിച്ചൊരു സിനിമ നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള പോലെ ചേച്ചിക്കുമില്ലേ? 100% എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷേ ശ്രീനിച്ചേട്ടൻ്റെ ഹെൽത്ത് ഒരു ഇഷ്യൂ ആണല്ലോ. ആ കുറുക്കൻ സിനിമയിൽ ഞാനന്ന് ലൊക്കേഷൻ പൂർണ്ണമായിട്ടുണ്ട് അത് ശ്രീനിച്ചേട്ടൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ആ കോമഡികൾ മറക്കാതെ ഓർത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പിന്നെ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ ഒരിക്കലും
മറക്കാൻ പറ്റാത്ത ഒരു കോമ്പിനേഷൻ ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും അത്തരം സിനിമകളായിരുന്നു ആ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട്. അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട്, പ്രിയൻ സാറിൻ്റെ കൂട്ടുകെട്ട്. അങ്ങനെ കുറേ ഡയറക്ടർമാരുടെ കൂട്ടുകെട്ടുകളോ ഇവരുടെ സിനിമകളിലെല്ലാം വിജയം. ചേച്ചിയുടെ ജീവിതത്തിൽ ലാലേട്ടൻ ഇപ്പോൾ ഡയറക്ഷൻ ചെയ്തു ഒരു സിനിമ അല്ലേ, ഒരു ഡയറക്ടറായി ഇപ്പം ഫെഫ്കയുടെ മെമ്പർഷിപ്പ് വരെ കൊടുത്ത് ആ ഒരു ഡയറക്ടർ എന്ന നിലയിൽ സിനിമ ഇറങ്ങുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഞാൻ സിനിമ ലൊക്കേഷൻ ഞാനൊരു പാട്ട് സീൻ മൊത്തം എനിക്കൊന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. പാട്ട് സീൻ മൊത്തം 3D ഗ്ലാസ്സൊക്കെ വെച്ച് ആൻ്റണി ചേട്ടനെ കാണിച്ചു തരുമൊക്കെ ചെയ്തു. ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ നേരത്തെ സിനിമ കണ്ടു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും അവിടെ പോയി ലൊക്കേഷനിലൊക്കെ പോയപ്പോൾ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരു ദിവസം ഷൂട്ടിംഗ് പോയി കണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. നന്നായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അല്ലേ. ഈ ലാലേട്ടൻ്റെ പാട്ട് സീനുകൾ ശ്രദ്ധിക്കാറില്ലേ നമ്മൾ? റൊമാൻറ്റിക് എനിക്ക് എന്നെക്കാട്ടിലും കൂടുതൽ അമ്മയ്ക്കാണ് ഭയങ്കര ഇഷ്ടം. ചേട്ടൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറയും ചേട്ടൻ്റെ ഈ റൊമാൻസ് സീൻസ് ഒക്കെ നല്ലതാ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനങ്ങളാണ്. പണ്ട് കാലത്തേക്കാണ് ഏറ്റവും രസകരമായിട്ട് പോകുന്നതല്ല, അത് നമുക്ക് ഇപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടനും ഭയങ്കര മ്യൂസിക് റിതം ഉള്ള ഒരാളാണ്. ആൻഡ് ഈ ലിപ്സിങ്കും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, അത് റൊമാൻറ്റിക് സോങ്സ് ആയിക്കോട്ടെ അല്ലാതെ ഈവൻ കർണാട്ടിക് സോങ്സ് ഒക്കെ ഭരതത്തിലൊക്കെ ഭയങ്കര ലിപ്സിങ്ക് ഉള്ള ഇതായിരുന്നല്ലോ. ചേട്ടൻ നല്ല പാചകം ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ ചെയ്യുന്ന, ലാലേട്ടൻ ചെയ്യുന്ന പാചകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? അതെന്താ അറിയോ, ചേട്ടന് വന്നിട്ട് ഒരു ഫിക്സ്ഡ് റെസിപ്പി അങ്ങനെ ഇല്ല. അപ്പം എന്തൊക്കെയോ ഇടും, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇടും, അത് ഭയങ്കര ടേസ്റ്റ്. എന്തൊക്കെയോ ഉണ്ടാക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറയും ഒരു പ്രാവശ്യം ഉണ്ടാക്കി അത് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ വേറെ പോലെ ആയിരിക്കും എന്ന്. പക്ഷെ 2-3 പ്രാവശ്യം ഒരേ ഡിഷ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നന്നായി കുക്ക് ചെയ്യും. അത് പിന്നെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുക്കിങ്ങും നന്നായി. അതെ ഒത്തിരി വീഡിയോസ് ഉണ്ട് കഴിക്കാൻ. എനിക്ക് ആ വീഡിയോസ് കൂടുതൽ പുറത്തേക്ക് സമീറും സാറാണ് കൂടുതൽ വീഡിയോസ് കുക്കിംഗ് വീഡിയോ പുറത്തേക്ക് വിട്ടേക്കുന്നത്. ചേട്ടന് മറ്റേ നമ്മൾ പിന്നെ വീട്ടിലൊരു ടെപ്പനിയാക്കി കിച്ചണൊക്കെ ഉണ്ടാക്കി, ജാപ്പനീസ് ഇത്. അപ്പം അവിടെ വീട്ടിൽ വരുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് റിലാക്സേഷനും കൂടിയാണല്ലോ. അതെ അത് ഞാൻ ഈ കുക്കിങ്ങിൻ്റെ കാര്യം ചോദിച്ചതാണ്. കുക്കിംഗ് വലിയ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ എന്നുള്ള കാര്യത്തിനുള്ള. ലാലേട്ടൻ്റെ ഒരു യാത്ര, ഇപ്പം ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു യാത്ര, ചേച്ചി എങ്ങനെയാണ് അത് കാണുന്നത്? ഇപ്പോൾ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്, ഗെറ്റപ്പ് പെട്ടെന്ന് മാറുകയാണ്. അപ്പം ഞാൻ ലാലേട്ടനോട് പറയുന്നുള്ളൂ ഇതെങ്ങനെയാണ് ലാലേട്ടൻ, അത് അങ്ങനെ സംഭവിക്കുന്നു മോനെ എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ചേച്ചി എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? അല്ല, ചേട്ടനന്ന് വീട്ടിലിരുന്ന് പോവും, പിന്നെ അവിടെ പോയിട്ട് ചേട്ടന് ഒരു ക്യാരക്ടറായിരിക്കും, പിന്നെ അവിടെ നിന്ന് വേറെ. പക്ഷെ വീട്ടിൽ വരുമ്പം ആ ക്യാരക്ടറൊന്നും ഇല്ലല്ലോ. ഹി കംസ് ബാക്ക് വീട്ടിൽ സിനിമ ഒക്കെ ഇല്ലാത്ത ഒരാളായിട്ടല്ലേ വരുന്നത്. സോ ഫോർ മീ